ഹായ്, അപ്പോ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സർക്കിൾസ് ആൻഡ് ലൈൻസ് എന്നുള്ള നമ്മുടെ 10ാമത്തെ ചാപ്റ്റർ ആണ്, അല്ലെങ്കിൽ വൃത്തങ്ങളും വരകളും. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താ പറഞ്ഞു? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഒരു സർക്കിൾ ഉണ്ട്. ഓക്കെ, ഒരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിനുള്ളിൽ രണ്ട് കോഡ് എ ബി എന്ന് പറഞ്ഞ കോഡും സി ഡി എന്ന് പറഞ്ഞ കോഡും മീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ മീറ്റ് ചെയ്യുന്ന പോയിന്റിനെ നമ്മൾ പി എന്ന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇക്വേഷൻ ഫോം ചെയ്യും. എന്താണ് ആ ഇക്വേഷൻ? പി എ ഇൻറ്റു പി ബി എന്ന് പറയുന്നത് ആരോട് ഈക്വൽ ആവും? പി സി ഇൻറ്റു പി ഡിനോട് ഈക്വൽ ആവും. ഓക്കെ, എന്താണ് ഇക്വേഷൻ? എല്ലാവർക്കും അറിയാം. ഈക്വൽ സൈനിട്ട് എഴുതുന്നതിന് നമ്മൾ എന്താ പറയാ? ഇക്വേഷൻ എന്ന് പറയാം. അപ്പൊ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഓക്കെ, അപ്പൊ നമ്മളത് ഒരു നോർമൽ രണ്ട് കോഡിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി നമുക്ക് അതിൽ തന്നെ രണ്ട് വെറൈറ്റീസ് നോക്കി നോക്കാം. രണ്ട് വെറൈറ്റി എന്ന് പറയുന്നത് എല്ലാവരും ആദ്യം ഈ ഫിഗർ ആകും. ഈ ഫിഗറിൽ എന്താ? ഒരു സർക്കിൾ ഉണ്ട്, ഒരു കോഡ് ഉണ്ട്, എ ബി എന്ന് പറഞ്ഞ കോഡ് ഉണ്ട്, സി ഡി എന്ന് പറഞ്ഞ കോഡ് ഉണ്ട്. പക്ഷെ എ ബി എന്ന് പറഞ്ഞ കോഡിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ. എന്താണ് പ്രത്യേകത? എ ബി എന്ന് പറഞ്ഞ കോഡ് നമ്മളെ സർക്കിളിന്റെ അല്ലെങ്കിൽ വൃത്തത്തിന്റെ ഡയമീറ്റർ ആണ്. ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസാണ്. ഓക്കെ, അപ്പൊ വ്യാസം ഒരു കോഡാണോ? ആണ്. വ്യാസാണ് അല്ലെങ്കിൽ ഡയമീറ്റർ ആണ് ഒരു സർക്കിളിന്റെ ഏറ്റവും വലിയ കോഡ്. ഓക്കെ, അപ്പൊ അതിൽ തർക്കമൊന്നുമില്ല. രണ്ട് കോഡ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഞാൻ പി എന്ന് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ് ഇക്വേഷൻ? എന്താ? പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി ആയിരിക്കും. ഓക്കെ, നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ, അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിന് പറഞ്ഞ പോലെ തന്നെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മള് രണ്ടാമത്തെ ഒരു ഇതിലെ ഫിഗർ. ഇനി മൂന്നാമത്തെ ഒരു വെറൈറ്റി നമുക്ക് നോക്കി നോക്കാം. മൂന്നാമത്തെ വെറൈറ്റി എന്താന്ന് വെച്ചാൽ, ഇവിടെ എ ബി എന്ന് പറഞ്ഞ കോഡ് മീറ്റ് ചെയ്യുന്നുണ്ട്. ആരായിട്ട് മീറ്റ് ചെയ്യുന്നത്? സി ഡി എന്ന് പറഞ്ഞ കോഡായിട്ട് മീറ്റ് ചെയ്യുന്നത് പി എന്ന് പറഞ്ഞ പോയിന്റ് തന്നെയാണ്. പക്ഷെ ഇവിടെ എന്താ പ്രത്യേകത? ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാല് എ ബി സി ഡിനെ മീറ്റ് ചെയ്യുന്നത്, അതായത് ഒരു ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം സി ഡിനെ മീറ്റ് ചെയ്യുന്നത് 90 ഡിഗ്രിയിലാണ്, അല്ലെങ്കിൽ 90 ഡിഗ്രിയിലാണ്, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ടാണ് മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ സെന്ററിൽ നിന്നുള്ള ഒരു ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് ഏതെങ്കിലും കോഡിനെ മീറ്റ് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഈ പി സി എന്ന് പറഞ്ഞതും പി ഡി എന്ന് പറഞ്ഞതും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അത് സിമ്പിൾ ആയിട്ട് നമ്മളൊരു ഐസോസ്ലെസ് ട്രയാങ്കിൾ ഒക്കെ വെച്ചിട്ടാണ് അതിന്റെ പ്രൂഫ് പറയാം. നമുക്ക് അതിന്റെ പ്രൂഫ് ഒന്നും ഇപ്പൊ ആവശ്യമില്ല, അതൊക്കെ നമ്മൾ മുന്നേ പഠിച്ചതാണ്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ അതിന്റെ പ്രൂഫ് പറയുന്നുണ്ട്, അത് നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോ എന്താ പറയുന്നത്? ഇവിടുന്ന് സെന്ററിൽ നിന്ന് നമ്മൾ ഒരു കോഡ് നമുക്ക് 90 ഡിഗ്രിയിൽ വരക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഓൾറെഡി 90 ഡിഗ്രിയിലാണല്ലോ വരക്കുന്നത്. കാരണം എന്താ? സെന്ററിൽ കൂടെ പോണ ലൈനാണ്. കാരണം എന്താ? അതൊരു ഡയമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഒരു കോഡിനെ 90 ഡിഗ്രിയിലാണ് മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കോഡിനെ രണ്ട് ഈക്വൽ പാർട്ടാക്കിയിട്ടാണ് ഇത് ഡിവൈഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന ഇക്വേഷൻ എന്താ? നോർമലി രണ്ട് കോഡ് മീറ്റ് ചെയ്താൽ ഉണ്ടാവുന്ന ഇക്വേഷൻ എന്താ? പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഇവിടെ എനിക്ക് എന്താ പറയാ? പി സിയും പി ഡിയും ഈക്വൽ ആണ്. ഓക്കെ, പി സിയും പി ഡിയും ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പി സി പറയണത് പി ഡിനോട് ഈക്വൽ ആണ്. അപ്പൊ പി സി പറഞ്ഞത് പി സി തന്നെയാണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് എഴുതാൻ പോവാണ്? പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി സി. ഓക്കെ, അപ്പൊ എന്റെ ഇക്വേഷൻ എന്തായിട്ട് മാറും? പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ അല്ലെ? ഒരു നമ്പർ ഇൻറ്റു ആ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോ ഇവിടെ ഒരു പുതിയ ഇക്വേഷൻ കൂടി നമ്മൾ പഠിക്കാണ്. നമുക്ക് ഓൾറെഡി ഒരു ഇക്വേഷൻ അറിയാം, എന്ത്? പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പുതിയ ഇക്വേഷൻ അതിൽ തന്നെ ഉണ്ടാവുന്നതാണ് എന്ത്? പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ. ഇതെപ്പോ മാത്രമേ ഉണ്ടാവുള്ളൂ? ഒരു റേഡിയസ് അല്ലെങ്കിൽ ഒരു ഡയാമീറ്റർ ഒരു കോഡിനെ 90 ഡിഗ്രിയിൽ മീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ മാത്രമാണ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇപ്പൊ ഉദാഹരണം നമുക്ക് വേണമെങ്കിൽ ഇതൊരു സെമി സർക്കിൾ നമുക്ക് വേണമെങ്കിൽ പറയാം. എങ്ങനെ സെമി സർക്കിൾ പറയാം? ഇപ്പൊ ഞാനൊരു സെമി സർക്കിൾ വരച്ചു. ഓക്കെ, ഇവിടെ ഒരു സെമി സർക്കിൾ ടോട്ടൽ 8 ആണ്. ഇവിടെ 5ഉം ഒരു 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര നോക്കാം? പറഞ്ഞ 5 ഇൻറ്റു 3 ഈക്വൽ ടു പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ അല്ലെ? കാരണം എന്താ? അത് 90 ഡിഗ്രിയിലാണ് മീറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താവും? പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ ആവും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 5 ഇൻറ്റു 3 ഈക്വൽ ടു പി സി സ്ക്വയർ. 5 ഇൻറ്റു 3 എത്ര? 15 ഈക്വൽ ടു പി സി സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ പി സി എത്ര വരിക? √15. ഇത് √15 ആണ് വരിക. ഓക്കെ, സിമ്പിൾ ആണ്. നമ്മൾ ഇത് വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ ക്വസ്റ്റ്യൻസ്. അത് നമ്മൾ ഈ രണ്ട് ഇക്വേഷൻ വെച്ചിട്ട് പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡിയും പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയറും. ഓക്കെ, ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്കത് അടുത്ത വീഡിയോയിൽ അടിപൊളിയായിട്ട് ചെയ്യാം. ഓക്കെ.